3.5 വർഷം കൊണ്ട് PB കമ്മീഷൻ കണ്ടെത്തിയത് താക്കീതിൽ ഒതുക്കാവുന്ന അച്ചടക്ക ലംഘനമാണോ? ശ്രീ എ വിജയരാഘവൻ, ഇന്ന് കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന ഘടകത്തെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമാണ്. ആ ഘടകം ഒരു സംഘടനാ വിഷയത്തെക്കുറിച്ച് സൂക്ഷ്മതലത്തിൽ ചർച്ച നടത്തിയിട്ടെടുക്കുന്ന ഒരു തീരുമാനത്തോട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ഒരിക്കലും വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യില്ല. അത് പാർട്ടിയുടെ ഒരു രീതിയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉയർന്ന കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ്. അതാകട്ടെ ഐക്യകണ്ഠേന പാർട്ടി കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അതിനോട് കേരളം പോലെയുള്ളൊരു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരുതരം വിയോജിപ്പിൻ്റെയും സ്വരം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഈ 3.5 വർഷം കൊണ്ടാണ് PB കമ്മീഷൻ തെളിവെടുത്തത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഘടകത്തിൻ്റെയും VS അച്യുതാനന്ദൻ്റെയും ഒക്കെ മൊഴികൾ സ്വീകരിച്ചിരുന്നു. എന്നിട്ടും സംസ്ഥാന ഘടകം നൽകിയ പരാതികൾ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമല്ലേ? വെറും ഒരു താക്കീതിൽ ഒതുക്കുകയാണ് VS അച്യുതാനന്ദനെതിരെയുള്ള അച്ചടക്ക നടപടി. ഇതെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഒരാളെ അച്ചടക്ക നടപടി പറഞ്ഞാൽ അച്ചടക്കെടുത്ത് പുറത്താക്കലല്ല പാർട്ടി പറഞ്ഞാൽ. പാർട്ടിയിലെ അച്ചടക്ക നടപടികളെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ കൂടി ഭാഗമാണ്. പാർട്ടി അംഗം ആ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ പാർട്ടി വിലയിരുത്തും. അതിലെന്തെങ്കിലും പെശകോ പരിമിതിയോ സംഭവിച്ചാൽ പാർട്ടി അത് തിരുത്താൻ ശ്രമിക്കും. അത് സ്വാഭാവികമായൊരു പാർട്ടി പ്രവർത്തന രീതിയാണ്. അതിൽ അളവും തൂക്കവും നോക്കി കാര്യങ്ങൾ നിർണ്ണയിക്കുക എന്നുണ്ടായില്ല. പൊതു പാർട്ടി താല്പര്യം എന്ത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ കൃത്യമായി ഈ കാര്യത്തിൽ സൂക്ഷ്മമായ അന്വേഷണം നടത്തിയത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നടത്തിയ ഒരു അന്വേഷണമാണ്. അതിലൂടെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് വിലയിരുത്തി ഒരു പൊതുധാരണയിലെത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണിത്. അത് പാർട്ടിയുടെ താല്പര്യത്തിന് ഉതകുന്ന തീരുമാനമാണ് അതിലെടുക്കുന്നത്. അതിൽ വ്യക്തികൾക്കെതിരായി വ്യക്തികളെ ക്രൂശിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ നിലയിലോ അല്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പോലും ഇറങ്ങിപ്പോവുകയും ജനറൽ സെക്രട്ടറി തിരിച്ചു വിളിച്ചിട്ടും വരാതിരിക്കുകയും സംസ്ഥാന സെക്രട്ടറിക്കെതിരായ അഴിമതി ആരോപണം പാർട്ടി പ്രതിരോധിക്കുന്ന സമയത്ത്, അന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള അഴിമതി ആരോപണം പാർട്ടി പ്രതിരോധിക്കുന്ന സമയത്ത് അതിനെതിരെ പരസ്യ പ്രതികരണം നടത്തി ആ പ്രതിരോധം തകർക്കുകയും ചെയ്തയാളാണ് VS അച്യുതാനന്ദൻ. ഇതായിരുന്നുവല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രധാന പരാതി. ഈ പരാതി അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു താക്കീതിൽ ഒതുങ്ങാവുന്ന നടപടിയായിരുന്നു VSനെതിരെ വേണ്ടിയിരുന്നത്. എന്തായാലും താങ്കളിൽ നിന്ന് അത്തരം ഒരു മറുപടി കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. തൃപ്തികരമായ നടപടി തന്നെ എന്ന്, തൃപ്തികരമായ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് മാത്രമേ താങ്കൾ പറയുകയുള്ളൂ. ശ്രീ KM ഷാജഹാൻ, ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ നടപടിയെ താങ്കൾ എങ്ങനെ കാണും? ഇല്ല മഞ്ജുഷ്, ഇത് പരസ്പരമുള്ളൊരു ഒത്തുകളിയാണെന്നുള്ളത് നമ്മൾ കുറേ കാലമായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ മഞ്ജുഷ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പം ആലപ്പുഴ സംസ്ഥാന സമ്മേളനം മുതൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിലെ തലമുതിർന്ന നേതാവ് എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായി കണ്ടിപ്പം ഈ PB കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ എങ്ങനെയായിരുന്നു? PB കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ VS നടത്തിയിട്ടുള്ള പരസ്യമായിട്ടുള്ള ഈ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ അച്ചടക്ക ലംഘനത്തിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ PB കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം വർഷങ്ങളോളം അന്വേഷണം നടന്നു. 3.5 വർഷം അന്വേഷണം നടന്നു, തെളിവെടുപ്പ് നടന്നു, പുതിയ ജനറൽ സെക്രട്ടറി വന്നു. പുതിയ ജനറൽ സെക്രട്ടറി വന്നിട്ടും പ്രകാശ് കാരാട്ട് ഇതിൻ്റെ PB കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മാറിയില്ല. ആ നിലയിലെല്ലാം നടന്നു. ആ സമയത്തെല്ലാം ഈ പറയുന്നത് പോലുള്ള പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലം VS അച്യുതാനന്ദൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഏറ്റവും അവസാനം MM മണിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ കത്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. വേറെ ചില കാര്യങ്ങളിൽ VS പ്രതികരിക്കാതിരിക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ VS അച്യുതാനന്ദൻ MM മണിയുടെ കാര്യത്തിൽ കത്ത് കൊടുത്തിട്ട് MM മണിയെ മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ സെൻട്രൽ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജയരാജനെതിരെ FIR ഇട്ടപ്പോൾ VS അച്യുതാനന്ദൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. ഡിമോണിറ്റൈസേഷൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യോഗം ചേരുന്നു എന്നുള്ള ആരോപണം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതിനെതിരെ VS അച്യുതാനന്ദൻ, അതായത് VSന്റെ ഭാഗത്തു നിന്നും ഒരു ഒത്തുകളി ഉണ്ടായി എന്നാണ്, ഒരു ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എന്നുള്ള നിലയിൽ മറ്റു ബൂർഷ്വാ പാർട്ടികൾ, ഇവിടെ പാർട്ടി വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റു ബൂർഷ്വാ പാർട്ടികൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു ഒത്തുകളി സമീപനം ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള തീരുമാനമാണ് ഇന്ന് വന്നിട്ടുള്ളത്. NM പിയേഴ്സൺ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വിടാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഇത് ഒരു വിജയമായി കണക്കാക്കാവുന്നതല്ലേ? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു. കാരണം എല്ലാവരും ചോദിക്കുമായിരുന്നു VSൻ്റെ ഘടകം ഏത്,
അവസാനം വളരെ പാടുപെട്ട് 3.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഘടകം നിശ്ചയിക്കാനും അദ്ദേഹത്തെ അതിൽ കുടിയിരുത്താനും പാർട്ടിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുലർത്തുമ്പോൾ ആ അഭിപ്രായങ്ങൾക്കിടക്കുള്ള വിടവ് നികത്തി ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ള രീതിയിൽ പാർട്ടിയുടെ ഇമേജിന് തകരാറില്ലാത്ത തരത്തിലും VS അച്യുതാനന്ദനെ കാര്യമായ രീതിയിൽ പരിക്കില്ലാത്ത തരത്തിലും അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അത് തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ VS വിജയരാഘവനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ അച്ചടക്ക നടപടികളും പാർട്ടിയുടെ പാഠമാണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്രയോ വലിയ നേതാക്കളെ പാർട്ടി പുറത്താക്കി. ആ സമയത്ത് പുറത്താക്കിയ ഒരു നേതാവിനെയും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമവും പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വേറിട്ട ഒരു അതിജീവനത്തിൻ്റെ കഥ VS യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നൽകുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞ ആ കാര്യം വളരെ അപ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം അതാണ്. പക്ഷേ അത് കേരളത്തിലുണ്ടായിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് വെട്ടിമാറ്റുന്ന സമയത്ത് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിയുന്നത് നല്ലതാണ്. VSനെ പുറത്താക്കാതിരുന്നത് നല്ലത് തന്നെയാണ്. കാരണം VS പാർട്ടിക്ക് ആവശ്യമാണ്. മാത്രമല്ല VSനെ പോലുള്ള ഒരു നേതാവിനെ അങ്ങനെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയില്ല. നേതാക്കളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് സമൂഹത്താലാണ്, സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരുപാട് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലോ പാർട്ടി നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലോ വെട്ടിപ്പുറത്താക്കിയപ്പോൾ ഇത്തരത്തിലുള്ള പാഠഭേദങ്ങളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് കേട്ടത് നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെ കാണുന്നു ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം? മഞ്ജുഷ, EMS എപ്പോഴും പറയുമായിരുന്നു വ്യക്തി ഘടകത്തിനും കീഴ്ഘടകം മേൽഘടകത്തിനും കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം എന്ന്. അത് പാർട്ടിക്കകത്തെ CPMൻ്റെ അകത്തെ ചിന്താഗതികളും പാഠ്യപദ്ധതികളും ഒക്കെ ഉൾപ്പെടുന്ന അതിൻ്റെ എല്ലാം ഒരു ക്വിൻറ്റസെൻഷ്യൽ ഘടകമാണത്. കാര്യമാണ്, വസ്തുതയാണ്. EMS കൂടെ സഖാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ നമുക്കറിയാം VS അച്യുതാനന്ദൻ ഒരിക്കലും ഒരു ഘടകത്തിനും കീഴ്പ്പെടുന്ന ആളായിരുന്നില്ല. എല്ലാ ഘടകത്തിനും അതീതനായി, പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും പാർട്ടി നേതാക്കൾക്കും അതീതനായ ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് താൻ എന്ന് സ്വയം സൃഷ്ടിക്കുന്ന ഒരു സ്ഥാനത്തിരുന്നും കൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞും പറയാതെയും ആ സന്ദേശം കൊടുത്തു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയുണ്ടായി. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ ഒരു ഘടകം കിട്ടാൻ വേണ്ടി യെച്ചൂരിക്ക് എത്രയോ കത്തുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കത്ത് കൊടുത്തു, സെക്രട്ടേറിയറ്റിൽ അംഗത്വം വേണം, സംസ്ഥാന കമ്മിറ്റിയിൽ തിരികെ എടുക്കണം. സംസ്ഥാന കമ്മിറ്റി ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരുന്നു. സാധാരണഗതിക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാനത്തെ സെക്രട്ടറി ഏറ്റവും വലിയ ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകുന്നത് മലയാളികൾ കണ്ടു, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കണ്ടു. പ്രത്യേകിച്ച് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരാൾക്ക് സാധാരണഗതിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക അസാധ്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അതിന് വിശദീകരണം നൽകിയതാണല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം സമ്മേളന സമയത്ത് നടപടി ഉണ്ടാകുന്നത് ശരിയായ പാർട്ടി സംവിധാനം അല്ല എന്ന്. അവിടെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രമേയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആ വിശദീകരണം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ വെറും ഒരു താക്കീതിൽ ഒതുക്കിയിരിക്കുന്നത്? അല്ല, താക്കീത് പോലും ഈ വൈകിയ വേളയിൽ VS അച്യുതാനന്ദൻ്റെ ഈ പ്രായത്തിൽ ഒരു താക്കീത്, അതിൽ പരം ഒരു ശിക്ഷ കൊടുക്കാനാവില്ല. അതിൻ്റെ മറുവശം കൂടിയുണ്ട് മഞ്ജുഷ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ നിയോഗമുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയമായ ദൗത്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം വളരെ കൃത്യമായി നിർവഹിച്ചു. പ്രത്യേകിച്ച് ബി ജെ പിക്കെതിരെ ചങ്ങാത്തം കൂടിയ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ശക്തമായ ചെറുത്തുനിൽപ്പ് VS അഴിച്ചുവിട്ടു. അത് VSന് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ട് അതും കൂടി ഒരു പക്ഷേ പാർട്ടിയുടെ കമ്മീഷനും CCയും പരിഗണിച്ചിരിക്കാം. എന്തൊക്കെയാണെങ്കിലും പക്ഷേ സംസ്ഥാന നേതൃത്വം ഇത്തരം ഒരു പരിഗണന നൽകിയിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം PB കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കാൻ തിടുക്കം കാട്ടിയതും ഇതേ സംസ്ഥാന നേതൃത്വം തന്നെയാണല്ലോ. ശ്രീ CR നീലകണ്ഠൻ, VSന്റെ വിജയമായിട്ടാണോ കാണുന്നത് ഇന്നത്തെ ഈ നടപടിയെ? അതോ ഒരു ഇടം കിട്ടുന്നതിന് വേണ്ടി VS പിന്നാലെ നടന്നു, അങ്ങനെ ഇടം നേടിയെടുത്തു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇതൊരു ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ ഒന്നും അല്ലല്ലോ. ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയാം. ഇതൊരു രാഷ്ട്രീയ പ്രയോഗമാണല്ലോ. ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൽ നേരത്തെ
വിജയരാഘവൻ്റെ സ്വരത്തിൽ തന്നെ കോംപ്രമൈസ് പറയാതെ പറയുന്നുണ്ട്. ഇപ്പോൾ മഞ്ജുഷ ചോദിച്ച ചോദ്യം, 3.5 കൊല്ലം വളരെ ഗൗരവതരമായ ഒരു സംസ്ഥാന കമ്മിറ്റി ഒരാൾക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നിരന്തരമായി അയാളെ പുറത്താക്കണം എന്ന് വരെ പറഞ്ഞിട്ടും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം എന്ന് വരെ ഉണ്ടായിട്ടും ഇപ്പോൾ കിട്ടിയത് ഒരു താക്കീതാണ്. അതിന് കാരണം നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞത് തന്നെയാണ് വേറൊരർത്ഥത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാവാൻ പ്രായം പ്രശ്നമായിരുന്നില്ല. 2006-ലും 2011-ലും പാർട്ടി പ്രായം കൂടി, അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു. 2016 എത്തിയപ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പമായതുകൊണ്ട് അദ്ദേഹത്തിന് 10 കൊല്ലം ചെറുപ്പമായല്ലോ പ്രായം കൂടുമ്പോൾ, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ സംശയം ഉണ്ടായില്ല. കേരളത്തിലെ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുകുന്ദമുനയായി VS-നെ കൊണ്ടുവന്നു. VS-നെങ്കിലും ഉള്ളിൽ താനായിരിക്കുമോ CM കാൻഡിഡേറ്റ് എന്ന് സംശയം തോന്നുന്ന തരത്തിൽ പ്രചരണം കൊണ്ടുവന്നു. അവസാനം അത് മാറി. പിന്നെ അദ്ദേഹത്തിന് വേറൊരു കോംപ്രമൈസ്, ഭരണപരിഷ്കാര കമ്മീഷൻ, അതിൻ്റെ സീറ്റ്, അതുപോലെയുള്ള തർക്കങ്ങൾ. അതും കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ ഒരു പൊസിഷനാണ്. അത് അദ്ദേഹത്തിന് കൊടുത്തില്ല, കാരണം പ്രായമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എഴുതി കാണിക്കുന്നത് എനിക്കറിയില്ല, എന്താണ് അതിന് കൃത്യമായി യെച്ചൂരി മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രായം നമ്മുടെ MLA ആവാം, തെരഞ്ഞെടുപ്പ് മുഴുവൻ നയിക്കാൻ പ്രായം പ്രശ്നമല്ല. ഒരു കമ്മിറ്റിയിലിരിക്കാൻ പ്രായം, സംസ്ഥാന കമ്മിറ്റിയിലിരിക്കാൻ അല്ലെങ്കിൽ ക്ഷണിതാവാൻ പ്രായമില്ല. സെക്രട്ടേറിയറ്റിൽ ക്ഷണിതാവാൻ പ്രായം പ്രശ്നമുണ്ട്. ഇതിനൊന്നും ഒരു യുക്തി ഉണ്ടായിട്ടല്ല, ഇതൊന്നും യുക്തിസഹമായി ചെയ്യേണ്ട. ഇപ്പോൾ ഇതാണ് കോംപ്രമൈസ്. അത് മാത്രമല്ല, ഇപ്പോൾ VS-നെതിരെ നടപടിയെടുത്താൽ 2 കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കാതെ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. EP ജയരാജനെതിരെയും ശ്രീമതി ടീച്ചർക്കെതിരെയും ഇപ്പോൾ നടപടി എടുത്തേ പറ്റൂ. കാരണം വളരെ പച്ചയായി ഒരു അഴിമതി ആരോപണം, അതും കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായി ഇതിന് കമ്മീഷനൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. EP ജയരാജൻ്റെ കാര്യത്തിൽ, ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത്ര ലളിതമായി വന്നിട്ട് അത് ഒഴിവാക്കണമെങ്കിൽ ഇതിപ്പോൾ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ VS-നെതിരെ ഇനി വാദത്തിന് വേണ്ടി നടപടി എടുത്തു എന്ന് വയ്ക്കുക. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഇത്ര വലിയ അഴിമതി എഴുതുന്ന 2 ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത്? ജയരാജൻ്റെ കാര്യത്തിൽ ഇതിന് മുമ്പും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താക്കീത് കൊടുത്തിട്ടുണ്ട്. ആ ആൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത് ചെയ്തത്. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ കോംപ്രമൈസ് അല്ലാതെ പാർട്ടിക്ക് വേറെ വഴിയൊന്നുമില്ല. കാരണം VS-ന് എന്തെങ്കിലും ദ്രോഹകരമായി വന്നാൽ, VS M മണിയുടെ വിഷയം എടുത്തമാതിരി ജയരാജൻ്റെ വിഷയം എടുത്താൽ ഇതിനേക്കാൾ പ്രശ്നവും ഒരു കേന്ദ്ര കമ്മിറ്റി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറുടെ വിഷയം എടുത്താൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ പോയേ പറ്റൂ. അത് ആ ഒത്തുതീർപ്പ് വളരെ കൃത്യമാണ്. ഇതല്ലാതെ ചെയ്യാൻ പറ്റില്ല. വിജയിക്കുക എന്ന് പറഞ്ഞാൽ VS-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താക്കീത് പോയി. നീലകണ്ഠൻ അതുപോലെ തന്നെ ശ്രീ ഷാജഹാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒത്തുതീർപ്പിന് VS-ഉം നിന്നു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കീഴടങ്ങൽ ഉണ്ടായി. ഉന്നയിക്കാവുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം ഉന്നയിക്കാതെ മാറ്റിവെച്ചു. ശ്രീ ഷാജഹാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, അത് തന്നെയല്ലേ താങ്കളും ആവർത്തിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. VS വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ നിസ്സഹായനാണ്. കാരണം ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും അതിലെ മുമ്പത്തെ ജനറൽ സെക്രട്ടറി അടക്കം എല്ലാവരും വാളെടുത്ത് നിൽക്കുവാണ്. ആ ഘട്ടത്തിൽ നിന്നാണ് വളരെ സമർത്ഥമായി VS വീണ്ടും ഒരു തവണ കൂടി രക്ഷപ്പെടുന്നത്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായത് തന്നെ അദ്ദേഹം നടത്തിയൊരു ഒത്തുതീർപ്പാണ് എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. പ്രശ്നം ഇപ്പോഴത്തെ കാര്യമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് ഇതിനപ്പുറത്ത് പോകാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. KJ ജേക്കബ്, ഇങ്ങനെ വാളെടുത്ത് നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ മറുവാൾ എടുത്തുകൊണ്ടാണോ ഇപ്പോൾ VS അച്യുതാനന്ദൻ അതിജീവനം സാധ്യമാക്കിയിരിക്കുന്നത്? താക്കീത് എന്ന് പറയുന്നത് വലിയൊരു അച്ചടക്ക നടപടിയായിട്ട് കാണാൻ എന്തായാലും സാധ്യമല്ലല്ലോ. ഇതിന് എനിക്കൊന്ന് രാഷ്ട്രീയം വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇത് എന്താണ് ഒത്തുതീർപ്പാണ് എന്നൊക്കെ പറയുന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അവരൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് പ്രതികരണങ്ങൾ പല രൂപത്തിലുണ്ടാകും. ഇപ്പോൾ വളരെ കൃത്യമായ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VS-ന് പാർട്ടി ഇല്ലാതെയോ പാർട്ടിക്ക് VS ഇല്ലാതെയോ മുമ്പോട്ട് പോകുക എന്നുള്ളത് അസാധ്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. VS ഉള്ളിടത്തോളം കാലം VS ഈ പാർട്ടിയിലുണ്ടാവും. ഉള്ളിടത്തോളം കാലം VS ഈ പാർട്ടിക്ക് പുറത്തു പോയാൽ ഈ പാർട്ടിക്ക് പുറത്തുവിടാൻ പാർട്ടിക്കും കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ പുറത്ത് ഇങ്ങനെ VS-നെതിരെ കഴിഞ്ഞ 50 കൊല്ലത്തിനടുത്തുള്ള അസംഖ്യം അച്ചടക്ക നടപടികൾ ഒന്നുകൂടിയായി ഇത് മാറുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഒരു പ്രാധാന്യവും ഞാൻ ഇതിന് കണക്കാക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് ഈ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തു വരുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളിത് എടുക്കേണ്ടി വന്നു എന്നുള്ളതൊരു ദുരന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നാട്ടിലെ ഒരു ഭരണാധികാരി നാട്ടുകാരുടെ മുഴുവൻ പോക്കറ്റ് അടിച്ചിട്ട് അയാൾ ഉത്തരവില്ലാണ്ട് നിൽക്കുമ്പോൾ
ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടുകാരോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത്തരം വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ കുറച്ച് പത്രക്കാർക്കും കുറച്ച് CPM വെയിറ്റേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പിന്നെ നാടൻ ഭാഷ പറഞ്ഞാൽ പ്രാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ഈ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അതിൻ്റെ അകത്ത് VS അച്യുതാനന്ദൻ റോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പണ്ടെങ്ങോ നടന്നൊരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ അതൊക്കെ കൃത്യമായിട്ട് IPC സെക്ഷൻ അനുസരിച്ച് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം എന്നപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങളെ അതിനനുസരിച്ച് പ്രതികരിക്കുക, ഭാവിയിലേക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ 2 വർഷം മുമ്പ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഇറക്കിവിടാൻ പറ്റുമോ? പറ്റില്ല. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ നിയോഗിച്ചതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാർട്ടി എടുത്തത്